ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു തനിനാടൻ ടിപ്സാണ്. അതായത് മുടി കൊഴിച്ചിലിനും താരനും പോകാൻ വേണ്ടിയിട്ടുള്ള തനിനാടൻ ടിപ്സ്. ചെമ്പരത്തി താളി എന്ന് പറയും. പൊതുവെ എല്ലാവർക്കും അറിയാം, പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ. പണ്ടൊക്കെ ചെമ്പരത്തി താളി ആക്കുന്നത് അമ്മിയിലിട്ട് അരച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൊഴുപ്പാണ് ചെമ്പരത്തി താളി എന്നിട്ട് നമുക്ക് എടുക്കുന്നത്. ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റിക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് സാധാരണ ജ്യൂസ് അടിക്കുന്നതോടെ അരച്ചിട്ട് ചെമ്പരത്തി താളിയാക്കി നോക്കാം. ഓക്കെ, അതിനുള്ളിൽ കുറച്ച് ചെമ്പരത്തിൻ്റെ ചപ്പും ഒന്ന് രണ്ട് പൂവും പറിച്ചിട്ട് നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട്. അതിനെ കഴുകുന്ന വെച്ചാൽ ജ്യൂസ് അടിക്കാനല്ല കേട്ടോ, കാരണം വെച്ചാൽ ഇതിന് മുകളിൽ കുറച്ച് പുഴുക്കളുണ്ടാവും. ആ പുഴുക്കൾ കളയാൻ വേണ്ടിയിട്ടാണ് നല്ല വൃത്തിക്ക് കഴുകുന്നത്. അതിനുശേഷം നമുക്കത് കഴുകിയ സംഭവം എടുത്തിട്ട് ജാറിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ചെമ്പരത്തി ചപ്പും പൂവും കൂടിയിട്ട് നമ്മൾ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം അധികമായുണ്ട് കേട്ടോ, നമ്മൾ വെള്ളം മറിച്ചടഞ്ഞത് കാരണം വെച്ചാൽ ഈ ചമ്മന്തി അരക്കുന്ന ജാറായതുകൊണ്ട് വെള്ളം അധികം വേണ്ട, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഇതെടുത്തിട്ട് മിക്സിയിനകത്ത് വെച്ചിട്ട് അരച്ച് നല്ല കൊഴുമ്പ് രൂപത്തിലാക്കി വെക്കാം. ഓക്കെ, നല്ലതുപോലെ അരിയണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുള്ളൂ. ഫൈനലി നമ്മൾ മിഷൻ സക്സസ് ആയിട്ട് ഫ്രണ്ട്സ്. നമുക്കിതൊന്ന് നോക്കാം. അതായത് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് അരിഞ്ഞിനൊന്ന് കുഴപ്പമില്ല കേട്ടോ. ഇത് മതി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കാം. നമ്മൾ വേറൊരു പാത്രം എടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുന്നതിനകത്ത് നമ്മൾ അരച്ചിരിക്കുന്ന ഈ ഒരു ചെമ്പരത്തി താളി ഒഴിക്കുക. അതിൻ്റെ അകത്ത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ടി കുറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കട്ടി കുറച്ച സാധനം നമ്മൾ തലയിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളെ ചെമ്പരത്തി താളി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തലയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ തണുപ്പ് സമയങ്ങളിൽ ചെമ്പരത്തി താളി പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ ജലദോഷം പിടിക്കാനും പനി വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ തണുപ്പ് സമയത്ത് ചെമ്പരത്തി താളി ഒഴിവാക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി താളി തലയിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കഴുകി കളയാം.